ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹോം റെമഡിയാണ് കാണിക്കാൻ പോകുന്നത്. ഉറക്കമില്ലായ്മ മാറാനായിട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. നമുക്ക് രാത്രിയിൽ നല്ല ഉറക്കം കിട്ടിയാൽ മാത്രമേ രാവിലെ നല്ല ഉന്മേഷത്തോടെ ജോലി ചെയ്യാൻ പറ്റൂ, ശരിയല്ലേ? അപ്പോൾ ആ ഒരു പ്രശ്നം, ഉറക്കക്കുറവ് മൂലം ഒരുപാട് പേര് ടാബ്ലറ്റ്സൊക്കെ കഴിച്ചിട്ട് ഉറക്കഗുളികയൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നവരുണ്ട്. ഇനി ഉറക്കഗുളിക കഴിച്ചാലേ ഉറങ്ങാൻ പറ്റൂ എന്ന കണ്ടീഷനിൽ നിൽക്കുന്നവരുമുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തീർച്ചയായിട്ടും പ്രയോജനകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ഹോം റെമഡീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്കിതിനായിട്ട് വേണ്ടത് കരിഞ്ജീരകമാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് കരിഞ്ജീരകം. ഓരോ അസുഖത്തിനും ഓരോ രീതിയിലാണ് കരിഞ്ജീരകം ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. പ്രമേഹവും BP-യും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കരിഞ്ജീരകം. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. കഷണ്ടിയൊക്കെ ഉള്ളവർക്ക് മുടി വളരാനായിട്ട് ഏറ്റവും നല്ല ഒരു റിസൾട്ടുള്ളതാണ് നമ്മുടെ കരിഞ്ജീരകം. കരിഞ്ജീരകം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പൊടിഞ്ഞ് കിട്ടാനായിട്ടും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഒരല്പം കരിഞ്ജീരകം ഇവിടെ ഒന്ന് വറുത്തെടുക്കുകയാണ്, ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ കരിഞ്ജീരകം നല്ലതാണ് കേട്ടോ. കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വരുന്ന അവസ്ഥ, അതുപോലെ തന്നെ കണ്ണ് ചുവക്കുക, തിമിരം തുടങ്ങിയ അവസ്ഥകൾക്കൊക്കെ നല്ലതാണ് നമ്മൾ കരിഞ്ജീരകം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അപ്പം നമ്മുടെ കരിഞ്ജീരകം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ഒരു ചെറു ചൂടാവാനായിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതേ നമ്മുടെ കരിഞ്ജീരകം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് 1 സ്പൂൺ കരിഞ്ജീരകം പൊടിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് ചെറുതേനാണ്. ചെറുതേൻ തന്നെ വേണം ചേർക്കാനായിട്ട്. ഓരോരുത്തർ ചോദിക്കാറുണ്ട് ചെറുതേൻ തന്നെ വേണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ആഹാരത്തിന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് കഴിക്കേണ്ടത്. ഇപ്പോൾ രാത്രിയിലെ ഭക്ഷണമൊക്കെ ഒരല്പം നേരത്തെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് കഴിച്ച് നമ്മളൊരു അരമണിക്കൂർ വിശ്രമിക്കുക. അതിന് ശേഷം വേണം നമ്മൾ കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് നമ്മൾ മനസ്സിൽ കാണുക. അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് കുറച്ച് സമയം ഇരുന്നതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. നല്ല ഉറക്കവും കാര്യങ്ങളും ഒക്കെ കിട്ടും. അതുമാത്രമല്ല രാവിലെ നല്ല എനർജറ്റിക്കായിട്ട് ഉണരാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഉറക്കക്കുറവ് ഒരുപാട് പേര് നേരിടുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കിത് ഉപകാരപ്രദമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.